ഫലസ്തീനിലെ അലമുറ കണ്ടോ? മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. 60,000 കുഞ്ഞുശരീരം കൊന്നു തിന്ന ജൂതത്തലവൻ നെതന്യാഹു തുലയട്ടെ. ലോകരാഷ്ട്ര നായകരെ, ഉള്ളിലൊരുത്തു മനുഷ്യത്വം ബാക്കിയുണ്ടോ നിങ്ങളുടെ കയ്യിൽ? പിടിച്ചു കെട്ടാൻ ആളുണ്ടോ? ആണായൊരുവൻ പിറന്നുണ്ടോ? ലോകം കയ്യുടെ തെറ്റിനുണ്ടോ? ഈ കുരുവിൽ പങ്കുണ്ട്. നിങ്ങളെ ഊഴം കൂട്ടാണ്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ലോകരാഷ്ട്ര നായകരെ, കുരുവി പങ്ക് നിങ്ങൾക്കുണ്ട്. ഐക്യദാർഢ്യം സിന്ദാബാദ്. ബോംബർ തുപ്പും തീയുണ്ടകള് ജൂതപ്പടയുടെ ധിക്കാരത്തെ നിവർന്നു നിന്നിട്ട് എതിർത്തു നിൽക്കും. പാലസ്തീനി കുട്ടികളെ, കരുത്തുചോരാ തുമ്മമാരെ, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. പിന്തുണ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും. മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ്. ഐക്യദാർഢ്യം സിന്ദാബാദ്. പാലസ്തീനോട് ഐക്യദാർഢ്യം. യുദ്ധക്കൊതിയർത്തുലയട്ടെ. ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം, ഐക്യദാർഢ്യം സിന്ദാബാദ്. ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ ആയിരങ്ങൾ ഇതുപോലെ ഇന്നിന്റെ സായാഹ്നത്തിൽ സംഗമിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഗമമല്ല. ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമല്ല. ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം, നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജി 1940-കളിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം പിറവിയെടുത്തപ്പോൾ ആ രാഷ്ട്രത്തെ എതിർത്ത വ്യക്തിത്വമാണ്. അറേബ്യയുടെ മണ്ണിൽ, അറബികളുടെ മണ്ണിൽ ബ്രിട്ടന്റെ കുടിലതന്ത്രമായി ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം പിറവിയെടുത്തപ്പോൾ അത് മതത്തിന്റെ പേരിൽ അവിടെ രൂപപ്പെടേണ്ടതില്ല എന്ന നിലപാടെടുത്ത മഹാത്മജിയുടെ മണ്ണിൽ നിന്നാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ പലസ്തീനിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എത്ര കുഞ്ഞുങ്ങളെയാണ് പലസ്തീന്റെ തെരുവീതികളിൽ ഇസ്രായേൽ കൊന്നു കൊലവിളിച്ചത്. കഴിഞ്ഞ ദിവസം പട്ടിണി കിടക്കുന്ന ഗസയിലുള്ള ആളുകൾക്ക് വേണ്ടി ഭക്ഷണവുമായി പോയ കപ്പലുകൾ വരെ ആക്രമിക്കുകയും അതിലുള്ള ഗ്രേറ്റ തുംബർഗിനെ പോലുള്ള ലോകത്തെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം ഇസ്രായേൽ നടത്തുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഓരോ വ്യക്തികളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റാലി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഈ സമയത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഈ ഒരു റാലി കൊണ്ട് ഇസ്രായേലിൽ എന്താണ് സംഭവിക്കുക എന്ന്. നെതന്യാഹുവിന്റെ കൊല ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ എന്ന് ഒരുപക്ഷെ ആലോചിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ തന്റെ അഹിംസ കൊണ്ട് മുട്ടുമടക്കിച്ച മഹാത്മജിയുടെ മണ്ണിൽ നിന്നാണ് SYC ശബ്ദമുയർത്തുന്നത്, കേരള മുസ്ലിം ജമാഅത്ത് ശബ്ദമുയർത്തുന്നത് എന്ന് മാത്രം ഈ റാലിയുടെ സന്ദേശമായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങൾക്കും സ്നേഹത്തിന്റെ
എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി SYSന്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PV അഹമ്മദ് കബീറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഗസ എന്ന ഒരു പ്രയോഗം ഇന്ന് ലോകത്ത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ പ്രയാസപ്പെടുത്തുന്ന വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാതരം ക്രൂരതകളും ലോകത്ത് നിലനിൽക്കുന്ന എല്ലാതരം വൃത്തികേടുകൾക്കും അപ്പുറത്ത് മനുഷ്യത്വം മരവിക്കാത്ത ഒരു പറ്റം മനുഷ്യർ ലോകത്തിൻ്റെ സപ്തഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ വാർത്തകൾ കൂടി ഗസയോട് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കും. രാജ്യത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഫലസ്തീനെതിരിൽ ഗസക്കെതിരിൽ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശം ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കുകയും മുഴുവൻ അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങളും അതിക്രമങ്ങളുമാണ് ഇന്ന് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ആ അന്താരാഷ്ട്ര സംഘടന രൂപപ്പെട്ടു വന്നത് സമാധാനത്തിനു വേണ്ടിയാണ്. ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോൾ 2 ലോകമഹായുദ്ധങ്ങളുടെയും അനുബന്ധമായി സമാധാന സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ നിലനിൽക്കുന്നത് UN മാത്രമാണ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും അംഗങ്ങളാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന UN-ന്റെ പോലും ഏറ്റവും പവിത്രമായ നിർദ്ദേശങ്ങളെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലും അവിടെ സഹായികളായ അമേരിക്കയും ഇന്ന് ഇസ്രായേലും അമേരിക്കയും ഇന്ന് ഗസക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ: നമ്മൾ ഏതു പക്ഷത്താണ് നിലനിൽക്കുന്നത്? നമ്മൾ ഗസയിലെ പാവപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും ഭാഗത്ത് നിലനിൽക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ്. രണ്ടാം പക്ഷം ലോകത്ത് യുദ്ധവെറിയന്മാരുടെയും ക്രൂരമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെയും US-ന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ വൃത്തികെട്ട അച്ചുതണ്ടിന്റെ ഭാഗമാണോ അല്ലേ എന്ന ചോദ്യം മാത്രമാണ് ഇന്ന് നമുക്ക് ഇവിടെ അവശേഷിച്ച് നിൽക്കുന്നത്. തീർച്ചയായും ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇന്ന് ഗസ എന്ന രാജ്യത്തിന്റെ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ പക്ഷത്താണ് എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സംസാരിക്കാൻ നല്ല എളുപ്പമാണ്, നമുക്ക് സംസാരിക്കാൻ നല്ല സുഖമാണ്. എന്നാൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഗസയിലെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്, അവിടെയുള്ള സഹോദരിമാരുടെ അവസ്ഥയെക്കുറിച്ച്, അവിടെയുള്ള പൗരന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ ആ രാജ്യത്തെ യുദ്ധവെറിയന്മാർ ചവച്ചു തുപ്പിയിരിക്കുന്നു എന്ന് നമ്മൾ വർത്തമാനകാലത്തുള്ള എല്ലാ മീഡിയകളിൽ നിന്നും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്കൊരു ദീർഘമായ പ്രഭാഷണത്തിന്റെയും ആവശ്യമില്ല. ഗസയിൽ നടക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായ കൊടും ക്രൂരതയാണ്. അവിടെ നടക്കുന്നത് മുഴുവൻ അന്താരാഷ്ട്ര മര്യാദകളെയും അവമതിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ നടക്കുന്നത് മാനവികത, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി തുടങ്ങിയ പദങ്ങളുടെ നേർവിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ശബ്ദമുയർത്താം. ഗസയിലെ ജനങ്ങളോട് ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ട് എന്ന് ആർത്തുവിളിക്കലാണ് ഇന്ന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഐക്യദാർഢ്യമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ചെറിയൊരു പ്രതിഷേധം മാത്രമല്ല, ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളെ അലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് നല്ല പരിചയമുണ്ട്. UN-ൽ പലസ്തീനിലെതിരായി വോട്ട് ചെയ്ത രാജ്യമാണെങ്കിലും ഇന്നലെ ഏറ്റവും വലിയ 10,000 പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ നടന്ന രാജ്യങ്ങളിലൊന്ന് അർജന്റീനയാണ്, അമേരിക്കയാണ്, ബ്രിട്ടനാണ്, ഫ്രാൻസ് ആണ്. ഇങ്ങനെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങി മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗസയുടെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്, പാലസ്തീനിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്, ഏതെങ്കിലും ഒരു ചെറിയ ജനക്കൂട്ടത്തിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്. ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത വൃത്തികേടിനെതിരായ മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും സമരം ചെയ്യുന്നതിന്റെ ഭാഗമാണ് നമ്മളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെയുള്ള നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയാവും വിധം
സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. ലോകത്ത് ഇന്ന് വൃത്തികേടിന്റെ അച്ചുതണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങൾക്കെതിരെ കഴിയാവുന്ന രൂപത്തിൽ പ്രതിരോധങ്ങൾ സംഘടിപ്പിക്കുക. ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടാകാം, അവരുടെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാകാം നമുക്ക് മാന്യമായി മുഴുവൻ ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന, മനുഷ്യാവകാശങ്ങൾ നിലനിൽക്കുന്ന, മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു ലോകത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നാം ശബ്ദമുയർത്തേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശബ്ദം കേട്ടതിനും ഇവിടെ ഒരുമിച്ച് ചേർന്നതിനും പ്രത്യേകമായ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തി ഗസയ്ക്ക് വേണ്ടി യുദ്ധവിരുദ്ധരായി എല്ലായ്പ്പോഴും നിങ്ങൾ ഉണ്ടാവുക, നമ്മൾ ഉണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SYS കൊടുവള്ളി ജോൺ കമ്മിറ്റിയുടെ പേരിൽ ഹൃദ്യമായ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുന്നു. 3 സ്വലാത്തോടുകൂടി ഈ സംഗമം അവസാനിച്ചതായി അറിയിക്കുന്നു.